ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് മൈൻക്രാഫ്റ്റാണ് കളിക്കാൻ പോകുന്നത്. മൈൻക്രാഫ്റ്റിൽ ഒരു വില്ലേജ് കണ്ടുപിടിക്കുക അത്രയും സിമ്പിളൊരു പരിപാടിയാണ് നമ്മൾ നോക്കുന്നത്. വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല, വലിയ പ്ലെയറൊന്നുമല്ല. നമ്മൾ ആദ്യം ഒരു കട്ടിൽ ഉണ്ടാക്കണം. ചിലപ്പം വീടൊക്കെ വെക്കേണ്ടിയുള്ളതല്ലേ വേണ്ട. നമ്മൾ അതിന് വേണ്ടിയുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ആടിനെ തപ്പുവാണ്. ഈ മീനെ കൊല്ലാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, മീന് അടിക്കാനേ പറ്റിയത്, കത്തില്ല. കത്തിച്ച് വിടാം. എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ ലക്ഷ്യമിടുന്നത് ഡിഫറൻറ്റ് ആയിരക്കണക്കിനുള്ള ഗെയിംസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ്. ഞാൻ ഇപ്പോൾ 5-6 ഗെയിം ടെസ്റ്റ് ചെയ്ത് നോക്കി. മൈൻക്രാഫ്റ്റ് അതിൽ കൂടെ ടെസ്റ്റ് ചെയ്തതാണ്. പക്ഷെ മൈൻക്രാഫ്റ്റ് കളിക്കാൻ നല്ല രസമാണ്. വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സീരീസ് പോലെ ഓരോ ദിവസം ഇങ്ങനെ ഇട്ട് ഒരു 100 ദിവസം സർവൈവ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, ഫ്രണ്ട്സുമായിട്ട്. പക്ഷേ മലയാളികൾ കാണുന്ന ഇത് വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ. വോയിസ് ഇട്ടുള്ള വീഡിയോസ് കൊള്ളാമെങ്കിൽ അഭിപ്രായം പറയണം. നമുക്കുള്ള സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണ്ടേ. അതുപോലെ ഇതിലെനിക്ക് സ്കില്ലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇതിപ്പം കളിക്കുന്നത്. എനിക്ക് വീഡിയോയിൽ വോയിസ് ഇടാനുള്ള പേടിയൊക്കെ മാറാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിൽ ഞാൻ വോയിസ് ഇടുന്നത്. സഹിക്കണം, എൻ്റെ വീഡിയോ കാണുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഒന്ന് സഹിക്കണം ഗായ്സ്. ഇനി നമുക്ക് ഈ മരങ്ങളെല്ലാം മുറിച്ചെടുക്കാം, പെട്ടെന്നാവട്ടെ. ഓക്കെ, വേഗത്തിൽ മുറിച്ചെടുക്കട്ടെ. ഈ വീഡിയോയിലൊന്നും വലിയ ശബ്ദമൊന്നും ഉണ്ടാവില്ല. ഞാൻ വലിയ കോമഡിയൊന്നും ആക്കാൻ നോക്കുന്നില്ല. പെട്ടെന്ന് ഇതൊരു ഫസ്റ്റ് വീഡിയോ എന്ന നിലയിലാണ് വോയിസ് ഇടുന്നത്. ചിലപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോകൾ വരും. ചിലപ്പോൾ ഇത് അവസാനത്തെ വീഡിയോ ആയിരിക്കും. എൻ്റെ മൂഡനുസരിച്ചിരിക്കും ഇനി വീഡിയോസൊക്കെ വരുമെന്നുള്ളത്. ഈ മരങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് വില്ലേജ് കണ്ടുപിടിക്കാനുള്ളതാണ്. വില്ലേജ് കണ്ടുപിടിക്കാനുള്ളതാണ് ഈ വീഡിയോയിലെ ലക്ഷ്യം. മൈൻക്രാഫ്റ്റ് വലിയ പ്ലെയറൊന്നുമല്ല ഞാൻ കളിക്കാൻ. നമ്മൾ കത്തിച്ച് വിടാൻ പോവാണ് വെള്ളത്തിൽ കൂടെ. നായി എന്നെ കൊല്ലോ? ഇല്ല. എൻ്റെ ഹെൽത്തൊക്കെ കുറഞ്ഞ്. പെട്ടെന്ന് കത്തിച്ച് വിടട്ടെ. അതുകൊണ്ടൊരു ആട്, നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കണം, എങ്കിലേ നമുക്ക് സർവൈവൽ ചെയ്യാൻ പറ്റൂ രാത്രിയിൽ. പെട്ടെന്ന് ഒരു ബെഡ് ഉണ്ടാക്കാൻ ഒരെണ്ണം കിട്ടി. ഇനി 3 ആടിനെയും കൂടി കിട്ടണം. രാത്രി ആവുന്നതിന് മുമ്പേ 3 ആടിനെ കിട്ടിയേ പറ്റുള്ളൂ. മരമൊക്കെ പെട്ടെന്ന് മുറിച്ചെടുക്കട്ടെ ഗൈസ്. അതുവരെ ഞാൻ നിശബ്ദമായിട്ട് നിൽക്കാം. രണ്ടാമത്തെ ആടിനെ കിട്ടി. ഇതിനെയും കൂടി കൊല്ലട്ടെ പെട്ടെന്ന്. ഓക്കെ, ഈ ആടിനെ കൊന്നാൽ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ പെട്ടെന്ന്. ഓക്കെ, എന്തെങ്കിലും സാധനം കിട്ടി. അപ്പോൾ നമ്മൾ കത്തിച്ച് വിടാണ്. ഇനി വില്ലേജ് കണ്ടുപിടിക്കണം, വേഗം ആവട്ടെ. ഇവിടെ ഒന്നും വില്ലേജൊന്നും ഇല്ല, അതുകൊണ്ട് ആമകൾ വേഗം കത്തിച്ചിട്ടെ. ഓക്കെ, ഇവിടെ ഒരു വീട് വയ്ക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ. ഇവിടെ ഒത്തിരി നല്ല പ്ലേസാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ പുല്ലൊക്കെ വെട്ടി നമുക്ക് ഇവിടെ ഒരു വീട് വയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ വെച്ചാൽ ശരിയാവില്ല. ഇവിടെ നമുക്ക് വില്ലേജ് കണ്ടുപിടിച്ചിട്ട് അവിടെ തന്നെയാണ് വയ്ക്കുന്നത്. അല്ലെങ്കിൽ പന്നീനെയൊക്കെ അറിഞ്ഞ് കൊല്ലട്ടെ. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഈ ജീവി, ഇതിനെ കൊന്നോളയാം. ഓക്കെ, ഇതിന് ഹെൽത്ത് കുറച്ച് നായി. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു വീട് വയ്ക്കാം. അവിടെ വീട് വെച്ചാൽ അടിപൊളിയായിരിക്കും. പക്ഷേ വില്ലേജ് ഇല്ല. വില്ലേജ് വല്ല അടുത്തുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നമുക്ക് ട്രേഡൊക്കെ നടത്തി അങ്ങനെ ഇരിക്കാമായിരുന്നു. ഇവിടെ വീട് വയ്ക്കാൻ നല്ല സ്ഥലം, പക്ഷേ കടലിന് ചുറ്റും ഒരു ദ്വീപ് പോലെ നമുക്ക് വീട് വയ്ക്കാൻ പറ്റും. പക്ഷേ വില്ലേജ് ഇല്ല. അതുകൊണ്ടൊരു കോഴീനെ കൊല്ലാം. ഓക്കെ, കിട്ടി. പക്ഷേ ഇത്ര ഞാൻ റെക്കോർഡ് ചെയ്തതൊക്കെ പോയി. വെറുതെ നിൽക്കാതിരുന്ന് റെക്കോർഡ് ചെയ്താൽ അതിന് കുഴപ്പമില്ല. നമുക്ക് പെട്ടെന്നൊരു ആടിനെ കണ്ടുപിടിക്കാം കേട്ടോ. കത്തിച്ചോട്ടെ. ഈ വില്ലേജിലോട്ട് ഇല്ല, ഈ ദ്വീപിലോട്ട് പെട്ടെന്ന് ചെല്ലാം കേട്ടോ. ഇവിടെ ചിലപ്പോൾ ആടിനെ കിട്ടും. ഇരുട്ടി തുടങ്ങി. ആടിനെ കിട്ടിയില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. ബെഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇന്ന് വെളുക്കുന്നവരെ നമുക്ക് ഇരിക്കേണ്ടി വരും. വെളുക്കുന്നവരെ കാത്തിരിക്കേണ്ടി വരും. അതിനുള്ള സമയമൊന്നുമില്ല. പെട്ടെന്ന് ബെഡ് കണ്ടുപിടിക്കാം. ബെഡ് ഉണ്ടാക്കാൻ ആടിന് വേണം. ആട് ഇത്രയും വലിയ ഇതിൽ ഒരാടുമില്ല. ഇതെന്തൊരു സാധനം? ഇത് കൊള്ളാമല്ലോ. ഇതെന്തേരാ എന്തോ. ഇത് പുതിയ മാപ്പിൽ പുതിയ മൈൻക്രാഫ്റ്റിൽ എന്തൊക്കെയോ വ്യത്യാസമൊക്കെ വന്നു കേട്ടോ. എന്തേരെന്നൊന്നും അറിയാൻ വയ്യ. എന്തൊക്കെ ജീവികളൊക്കെ വന്നു. ഒന്നെങ്കിൽ വില്ലേജ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കണ്ടുപിടിക്കണം. ഒരു ബെഡ് ഉണ്ടാക്കാൻ ഒരു ആടിനെ കണ്ടുപിടിക്കണം. ഇവിടെ ഫുള്ളും കോഴികളാണല്ലോ. ഇതും കോഴിയോ? ഒരാടിനെ കിട്ട്.
ആടൊരാട്, ആടാണെന്ന് തോന്നുന്നു. നോ ആടല്ല, വേറെ എന്തൊരു ജീവി. ഈ ജീവി തന്നെ ഒരുപാടുണ്ട് ഇവിടെ. ഒരു ഉപയോഗമില്ലാത്ത ജീവി. പെട്ടെന്ന് കത്തിച്ചു വിടാം. ഇവിടെ ഇവിടെ ചിലപ്പം വില്ലേജ് ആണ്. കത്തിച്ചു വിടട്ടെ. ഇങ്ങനത്തെ സ്ഥലത്ത് വില്ലേജ്. ഇവിടെ ഫുള്ള് വനമാണ് കേട്ടോ. വനത്തിൽ ആടിനെ കിട്ടി. ആടിനെ കിട്ടി. യെസ്, ആടിനെ കിട്ടി. ഇനി പേടിക്കണ്ട. ഇവിടെ തന്നെ ബെഡ് വെച്ച് നമുക്ക് കിടക്കാം കേട്ടോ. അതാണ് നല്ലത്. ബെഡ് ഉണ്ടാക്കട്ടെ. ഓക്കെ. ഒരു തടി കുറവ്. പെട്ടെന്ന് സമയം പോണേ. വേഗം ബെഡ് ഉണ്ടാക്കി. ഒന്നാമത് എനിക്ക് പേടിയാണ്. നൈറ്റായി. ഉറങ്ങാൻ പറ്റിയ രക്ഷപ്പെട്ട്. ഇനി ബെഡൊക്കെ പൊട്ടിച്ച് നമുക്ക് സ്ഥലം വിടാം. വില്ലേജ് കണ്ടുപിടിക്കാം. ഇനി അതാണ് ലക്ഷ്യം. ബെഡ് കിട്ടിയല്ലോ. വേഗം. ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാം. ഇവിടെ ഫുള്ള് വനമാണ് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് ഫുള്ള് വനമാണ്. കണ്ട, ഇതാ വീണ്ടും ഒരു വെറൈറ്റി ജീവി. ഇതുകൊണ്ട് ഇത് ഡോഗാണ് കേട്ടോ. ഡോഗ്. ഇതിൻ്റെ കളർ കണ്ട, വ്യത്യസ്ത കളർ. കത്തിച്ച് ഇവിടെ നിൽക്കണം. നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കുക. അതല്ലേ ലക്ഷ്യമോ. വേഗം കണ്ട്. വെറൈറ്റി പട്ടികൾ. ഇനി എന്തെങ്കിലുമൊക്കെ ജീവികളുണ്ടാകുന്നത് വെറൈറ്റി. കണ്ട് ഇവിടെ ഫുള്ള് വനമാണ്. വനത്തിൽ കയറി നോക്കി ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ കാണാം. പക്ഷെ ഇപ്പോൾ സമയമില്ല. വില്ലേജ് കണ്ടുപിടിക്കണമല്ലോ. കത്തിച്ചു വിടാം. വില്ലേജ് കിട്ടി. രക്ഷപ്പെട്ടു. വില്ലേജ് കിട്ടി. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്. അയൺകോളമൊക്കെ കണ്ട. നമുക്ക് നമ്മളെ മുഖം കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതെങ്ങനെയാണ് എന്തോ നമ്മളെ മുഖം കാണിക്കുന്നത് എനിക്കറിയാൻ വയ്യ. ഇനി ഇങ്ങനെ കണ്ടോ നിങ്ങൾ? ഇതാണ് ഞാൻ കേട്ടോ. അല്ലാതെ ഞാൻ എന്തിനാ കാണിക്കാൻ? സത്യത്തിൽ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ശരി, നമുക്ക് ഈ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എന്തിനൊക്കെ ഉണ്ടെന്ന്. വലിയ വില്ലേജാണ് കേട്ടോ. കുറേ വില്ലേജറൊക്കെ ഉണ്ട്. നമുക്ക് കുറേ ഹായ് വില്ലേജർ. ഹായ്. വല്ലതൊക്കെ കിട്ടുമെന്നൊക്കെ നോക്കാം. കയറി. അതൊന്നും ബോക്സൊന്നും ഇല്ലല്ലോ. ഹായ് വില്ലേജർ. ട്രൈഡ് വന്ന്. ഇത്ര കമ്പ് കൊടുത്ത ഒരു എമറാൾഡ് കിട്ടും കേട്ടോ. പക്ഷേ എൻ്റെ കമ്പില്ലല്ലോ. കുറച്ച് കമ്പേ ഉള്ളൂ. അല്ലെങ്കിൽ വില്ലേജറിനെ അടച്ചു വെച്ചാലോ. എന്തായാലും നമ്മളെ കയ്യിൽ കമ്പില്ല. കിട്ടുമ്പോൾ നമുക്ക് എമറാൾഡ് വാങ്ങിക്കാം. ഇതിനെ അടയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. നമുക്ക് ആദ്യം ഇതുണ്ടാക്കാം. ബോട്ടുണ്ടാക്കാം. ബോട്ടിനകത്ത് കയറ്റി എവിടെയെങ്കിലും അടച്ചു വയ്ക്കുക. ബോട്ടുണ്ടാക്കുന്ന എങ്ങനെ? ഇതെങ്ങനെ ഉണ്ടാക്കുന്ന? ബോട്ടുണ്ടാക്കാൻ തടിയില്ലല്ലേ. ഇതാകത്തോ ഒരു കിട്ടി. ബോട്ട് കിട്ടി. അയ്യോ, വില്ലേജർ എവിടെ പോയി? വില്ലേജറിനെ കാണുന്നില്ല. വേഗം നോക്കട്ടെ. അയ്യോ, വില്ലേജർ എവിടെ? ഇപ്പം കണ്ടുപിടിക്കാം. ഇതിനകത്ത് കയറിപ്പോയാ? ഇതെന്തൊരു ബോക്സ്? വേഗം സ്ഥലമിട്ട് വില്ലേജറിനെ കണ്ടുപിടിക്കട്ടെ. ഇതുകൊണ്ട് ഇരിക്കുന്ന വേറെ വില്ലേജർ. ഇവൻ്റെ ഒരു തേങ്ങയില്ല. അതും കൊള്ളായിരുന്നു. കുഴപ്പമില്ല. ഈ വില്ലേജറിൻ്റെ ഏത് വില്ലേജറായിരുന്നു? എൻ്റെ വേറെ കമ്പുകളുണ്ടോ നോക്കട്ടെ. ഇല്ല. ഞാൻ വില്ലേജറിനെ ഇനി പോട്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കുറേ നേരം നമുക്ക് ഈ കുതിരയെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതല്ലേ നല്ലത്. അപ്പോൾ ഗൈസ്, നമ്മൾ എത്താൻ പോണ വില്ലേജർ ഹായ്.